സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന രീതിയിൽ കർഷകർക്കും പെൻഷൻ നൽകണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാൾക്ക് കൈവശം വെച്ച് അനുഭവിക്കാവുന്ന ഭൂമിയുടെ അളവ് നിജപ്പെടുത്തണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ. സർവീസിൽ നിന്ന് പെൻഷൻ പറ്റുന്ന ഒരാൾക്ക് സർവീസ് കാലയളവിലെ അവസാന മാസത്തെ ശമ്പളം അനുസരിച്ചാണ് പെൻഷൻ നൽകുന്നത്. ഇവരുടെ വീട്ടിൽ മറ്റ് സർക്കാർ ജീവനക്കാർ ഉണ്ടെങ്കിൽ പോലും പെൻഷനെ ഇത് ബാധിക്കുന്നില്ല. എന്നാൽ ഒരു കർഷകന്റെ വീട്ടിൽ സർക്കാർ ജീവനക്കാരനുണ്ടെങ്കിൽ ആ കർഷകന് പെൻഷൻ ലഭിക്കുകയില്ല. കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുല്ലുവഴിയിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസിൽ കയറി 30, 35 അല്ലെങ്കിൽ 20, 25 വർഷം സർവീസ് കഴിഞ്ഞിട്ട് 56-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്ത് വരുമ്പോൾ അവർ അവസാനം വാങ്ങിച്ച ശമ്പളത്തിന്റെ ശതമാനം കണക്കാക്കി എല്ലാ മാസവും 5-ാം തീയതി അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ട്രഷറിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിന് വരുമാന പരിധിയില്ല. അവരുടെ വീട്ടിൽ മക്കളോ മരുമക്കളോ ജോലിയുള്ളവരുണ്ടാവും. അവർക്ക് വരുമാനം അതൊരു പ്രശ്നമേ അല്ല. എന്താണ്, അവർ എത്രയോ വർഷമായി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരാണ് എന്ന് കണക്കാക്കി അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. പക്ഷേ കർഷക തൊഴിലാളികളോ, അവർ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പാടത്തും പറമ്പത്തും പണിയെടുക്കാൻ പോകുന്നവരാണ്. സൂര്യൻ അസ്തമിച്ചാൽ പോലും തിരികെ കയറാൻ പറ്റുന്നില്ല. അവസാനം പ്രയാസപ്പെട്ട് പ്രായം ചെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും കാർഷിക മേഖലയിൽ പണിയെടുത്ത് നിവർന്നു നിൽക്കാൻ പറ്റാതെ വടി ഇടിച്ച് കൂലിക്കൂടി നടക്കുന്ന കർഷക തൊഴിലാളി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ കൊടുത്ത് കർഷക തൊഴിലാളി പെൻഷന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ മകന് ജോലിയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ മരുമകൾക്ക് ജോലിയുണ്ട്, നിങ്ങളുടെ റേഷൻ കാർഡിൽ വരുമാനം കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ അർഹതയില്ല. എത്ര വിരോധാഭാസം! ഇതുകൂടാതെ ഒരാൾക്ക് നിശ്ചിത അളവ് ഭൂമി മാത്രമേ കൈവശം വയ്ക്കാവൂ എന്ന നിയമവും കൊണ്ടുവരണം. കൂടുതലുള്ള ഭൂമി കർഷകർക്കായി വീതിച്ചു നൽകണമെന്നും ഇതിന് ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷക തൊഴിലാളി രംഗത്തെ പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല, നമുക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം. അതിന് നമ്മളിപ്പോൾ നടപ്പാക്കിയിട്ടുള്ള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്തും. ഇപ്പൊ മേക്കറിന് ഭൂമി ഓരോ കൈവശം വെച്ചു. അപ്പൊ പ്ലാന്റേഷൻ ഒഴിവാക്കിയിട്ട് ഒരു വ്യക്തിക്ക് എത്ര ഏക്കർ ഭൂമി വെക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊരു പരിധി നിശ്ചയിച്ച് ആ ഭൂമി കൂടി ഏറ്റെടുത്തുകൊണ്ട് കർഷക തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞത് 50 സെന്റ് ഭൂമി കൊടുക്കണം, ഭൂമി ഇല്ലാത്തവർ. ജില്ലാ പ്രസിഡന്റ് PN സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KM ദിനകരൻ, KK അഷ്റഫ്, EK ശിവൻ, രാജേഷ് കാവുങ്കൽ, കുമ്പളം രാജപ്പൻ, KK സുബ്രഹ്മണ്യൻ, MP ജോസഫ്, PM ശിവൻ, MP സന്തോഷ്, PG ശാന്ത, KA മൈദീൻ പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,